അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു അടിപൊളി വീഡിയോ ആണ്. നമ്മൾ ഇതുപോലത്തെ സാധാരണ ചില്ല് കുപ്പികൾ സ്പ്രിംഗ് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കണ്ട് മനസ്സിലാക്കിയാലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഇഞ്ച് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കുപ്പിയുടെ ഇതിൽ ഫുള്ളായിട്ട് ഓരോ സ്ഥലത്തും ഓരോ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇത് 4 സൈഡിലും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇതിനൊരു സ്പ്രിങ് ഷേപ്പ് ആക്കിയിട്ട് കുപ്പിയിൽ സ്പ്രിങ് ഷേപ്പ് ആക്കിയിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അടുത്ത ഓരോ ഇഞ്ച് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അടുത്ത ഭാഗത്ത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇഞ്ചിൽ ഒട്ടിക്കുക. ശേഷം അവിടെ നിന്ന് ശേഷം ഈ മൂന്നാമത്തെ ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പ്രിങ് മോഡലായിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഗ്ലാസ് കട്ടർ വെച്ച് ഇതുപോലുള്ള ഏതെങ്കിലും ഗ്ലാസ് കട്ടർ വെച്ച് നമുക്കിതിൽ വരഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഈ ടാപ്പ് ഒട്ടിച്ചതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ ഈ താഴത്തെ ടാപ്പിൻ്റെ അടിഭാഗത്തും ഇതിൻ്റെ താഴ്ഭാഗത്തും ടാപ്പിൻ്റെ താഴ്ഭാഗത്തും ഇത് വെച്ച് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഡിവൈഡർ വെച്ചിട്ട് നമുക്ക് ഈ ടാപ്പിൻ്റെ എൻഡിൽ ഇവിടെ ഒരു ചെറിയൊരു കർവായി കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതുപോലെ കർവായിട്ടാണ്. ഇവിടെയും ഇതുപോലെ ഈ താഴെ ഭാഗത്തും ഇതുപോലെ ഒരു കർവ്. അപ്പോൾ ഇത് വെച്ച് നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞതിന് ശേഷം അതുപോലെ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് അവിടെയും ഇതുപോലെ ആ കർവിൽ ഒരു ഹാഫ് റൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ മേലെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടാവും വരാം. അപ്പോൾ അതുപോലെ താഴെ നമ്മൾ ഫുള്ളായിട്ട് അടിയിലോളം എടുക്കുന്നില്ല, കുറച്ച് ഇപ്പുറത്ത് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് പൊക്കി മേലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടുത്തെ ടാപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ടാപ്പ് ഒട്ടിച്ച ഭാഗം ഇവിടെ കർവാക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ താഴെയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ 2 ഭാഗത്തും കൂടി നമ്മൾ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് ലൈൻ ഇട്ട് കൊടുക്കാനുണ്ട്. ഈ ഭാഗത്തും കൂടി 2 ഭാഗത്തും ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പ് പറിച്ചെടുക്കാം. ഗ്ലാസ് കട്ടർ വെച്ച് ഇതിന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. നേരിയ ലെയറാണ്, ചെറിയ ലൈനാണ്, തിൻ ലെയറായിട്ടുള്ള. അപ്പോൾ ഈ ലൈനിൽ വെച്ചാണ് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ കർവ് ഷേപ്പിലും താഴെ ഇവിടെ ഈ ഒരു കർവ് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോൾഡറിങ് അയൺ വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോൾഡറിങ് അയൺ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇവിടെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടായി വരും. അപ്പോൾ നമുക്ക് സോൾഡറിങ് അയൺ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ സേഫ്റ്റി ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടേ ചെയ്യാവൂ. ഗ്ലാസ് കട്ട് ചെയ്യുന്ന കാരണം സേഫ്റ്റി ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സോൾഡറിങ് അയൺ വെച്ച് നമ്മൾ സോൾഡറിങ് അയൺ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സോൾഡറിങ് അയൺ ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൽ കുറേ സമയം വെക്കണം, കുറച്ച് നല്ല ടൈം എടുക്കും ഇത് ചെയ്ത് വരുമ്പോൾ. നമ്മൾ സോൾഡറിങ് അയൺ ഈ ലൈനിൽ ഔട്ട്ലൈനിൽ കൂടെ വെച്ച് കൊടുക്കാം. സോൾഡറിങ് അയൺ നന്നായി ചൂടാകുമ്പോൾ ഗ്ലാസ് പൊട്ടും. ചെറിയ ടിക് ടിക് സൗണ്ട് കേൾക്കാം. ഇപ്പോൾ ചൂടായിട്ടില്ല. ചൂടാകുമ്പോൾ ശരിക്കും സൗണ്ട് കേൾക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുപ്പി കട്ടായി വരുന്നുണ്ട്. വീഡിയോയിൽ ക്യാമറയിൽ കാണുന്നുണ്ട്, ഈ ചിന്നി വരുന്നതായിട്ട് കാണുന്നുണ്ടോ? ആ ഒരു ലൈനായിട്ട് നമ്മൾ സോൾഡറിങ് അയൺ വെക്കുന്ന ഭാഗത്ത് കുപ്പി ചെറുതായി ചിന്നി വരുന്നുണ്ട്. ഇതുപോലെ താഴത്തെ ലൈൻ വരെ ഇതുപോലെ ഇതാക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ലൈൻ ഇട്ടതിന് ഭാഗത്ത് ഓരോ ചെറിയ പീസുകളായിട്ട്
ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ലൈനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ചെറിയൊരു പീസ്, ഈ ഒരു സ്ക്വയർ പീസായിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടി ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കുപ്പി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഫുള്ള് കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയി, അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി. 2-3 മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പി കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ ഓരോ ചെറിയ പീസുകളായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിട്ട് സോൾഡറിങ് അയൺ വെച്ച് കറക്റ്റ് ലൈനിട്ടിട്ട് അതിലും ഇത് സൈഡ് കട്ട് ചെയ്ത പോലെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പീസ് മൊത്തം ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തൊരു നട്ട് ജസ്റ്റ് കയറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കുപ്പിയുടെ അകത്തൂടെ കയറ്റി നമ്മൾ ആ ചെറിയ പോയിന്റിൽ ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കുപ്പിയുടെ പീസ് ഇങ്ങനെ പുറത്തേക്ക് വരും. പതുക്കെ തട്ടണം, ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പി ഓരോന്നോരോന്നായി ഇതുപോലെ പതുക്കെ തട്ടി കൊടുക്കുക. സൈഡിൽ കൂടെ പുറത്തുനിന്ന് തട്ടിയാൽ മതി, ചെറുതായിട്ട് 1-2 പീസൊക്കെ താഴെ പോയി. ശേഷം നമ്മൾ ഇതുപോലെ തട്ടാതെ തന്നെ വേറെ പീസൊക്കെ പോകുന്നുണ്ട്. പതുക്കെ പോയി. ലാസ്റ്റ് ഒരു പീസും കൂടിയേ ഉള്ളൂ. ഈ ഒരു പീസും കൂടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കോർണറുള്ള പീസും മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുപ്പി ഏകദേശം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. വേറെ വലിയ പൊട്ടലൊന്നും വന്നിട്ടില്ല. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇനി കുപ്പിയൊക്കെ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്കിവിടെ നല്ല ഷാർപ്പ് എൻ്റെ ആയിരിക്കും. ഇവിടെയൊക്കെ ഈ ഷാർപ്പ് ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ എമരി പേപ്പർ ഉപയോഗിച്ച് എമരി പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് അരച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്യുക മീൻസ് ഇവിടെ ഈ ഷാർപ്പുള്ള എഡ്ജൊക്കെ നമ്മൾ സ്മൂത്തായി കൊടുക്കുക. അത് നമ്മൾ കൈയൊക്കെ തട്ടിയാൽ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുപ്പി എല്ലാം കഴിഞ്ഞ് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ശേഷം ഇവിടെ എമരി പേപ്പറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ആ ഷാർപ്പ്നെസ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് തൊടാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു സാമ്പിളായിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുപ്പി ചെയ്ത്. അതിന് ശേഷമാണ് ഇത് ചെയ്തത്. അങ്ങനെ നമ്മൾ 2 ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത സാമ്പിൾ ചെയ്ത ബോട്ടിൽ. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ കട്ടിങ് ഏകദേശമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഷേപ്പ് വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ബോട്ടിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കണ്ടു. ഒരു കാര്യം കൂടി പറയാം, പിള്ളേരാരും ഇത് അനുകരിക്കരുത്, വളരെ ഡേഞ്ചറാണ്. ഞാൻ തന്നെ കുറേ ടൈം എടുത്ത് കുറേ ഇതെടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ അത് ചെയ്യുന്ന ആൾക്കാർ ഗ്ലൗസൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഗ്ലാസ് വെച്ചിട്ടില്ല, എൻ്റെ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.